ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു കവുങ്ങും തോട്ടാട്ടോ. ചെറുതെന്ന് പറയുമ്പോൾ ഒരു 10-250 കവുങ്ങുണ്ട്. അങ്ങ് തായലോളം വെച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 1 വർഷം പ്രായമേ ആയിട്ടുള്ളൂ. കണ്ടില്ലേ, എന്നെക്കാൾ ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് വെച്ചു. ഞാൻ ഇതിന്റെ കുഴിയിൽ ഇറങ്ങി നിന്നതാട്ടാ. എന്നെക്കാൾ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പ് കണ്ടില്ലേ, ഇതിന് നല്ല പച്ചപ്പുണ്ട്. നല്ല വളർച്ചയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന പരിചരണം കൊണ്ടാണ്. ഇതിന് പ്രത്യേകിച്ച് അസുഖമൊന്നും വന്നിട്ടില്ല. കാര്യമായ അസുഖമൊന്നും വന്നിട്ടില്ല. 1 വർഷത്തേനേക്കാൾ നല്ല വളർച്ചയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോലയോ കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ അപ്പൊ തന്നെ കൊത്തി കൊടുത്തത് കൊണ്ട് നല്ല വളർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനിപ്പോ ഞങ്ങൾ വളം ഇടാൻ വേണ്ടിയിട്ട് തടം തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പം 2 ദിവസം കൊണ്ട് പണിക്കാരെ കിട്ടിയ ആ സമയത്ത് തന്നെ ഞങ്ങൾ വളം ചെയ്യുന്നതായിരിക്കും. ഇതിന് പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ജൈവ വളമാണ്. ചാണകം, അതോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളം ചെയ്യുക, രാസവളമായാലും ജൈവവളമായാലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പരമാവധി ചപ്പ് ചവറ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ചപ്പ് ചവറ് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ അതിലുള്ള മൂലകങ്ങളെല്ലാം മണ്ണിലേക്ക് കിട്ടും കേട്ടോ. അതിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണേ. എന്തെങ്കിലും മരത്തിന്റെ ചോലയോ കാര്യങ്ങളെല്ലാം കൊത്തി അരിഞ്ഞ് നമ്മളെപ്പോഴും പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അഴുകുമ്പോൾ മണ്ണിലേക്കുള്ള കാർബൺ മണ്ണിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇഷ്ടംപോലെ മണ്ണിരയും കാര്യങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ ഉണ്ടാവും. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്, ഇതിന്റെ pH എപ്പോഴും, അതായത് അസിഡിറ്റി മാറ്റാൻ വേണ്ടി നമ്മുടെ pH എപ്പോഴും 7 നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം 7-ൽ നിന്ന് താഴേക്ക് പോകുമ്പോഴാണ് മണ്ണിലുള്ള വളത്തെ ഇതിനെടുക്കാൻ പറ്റാത്തത്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ കൊടുത്ത വളം നമ്മുടെ മണ്ണിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഈ കവുങ്ങ് വെക്കുന്നതിന് മുമ്പ് ഇവിടെ റബ്ബർ തോട്ടാണ്. അവിടെ നിങ്ങൾക്ക് മണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കറുത്ത മണ്ണാണ് അല്ലെ, നല്ല ശരിക്കും കരിമണ്ണെന്ന് പറയും. അപ്പൊ ഇതിൽ ആവശ്യമുള്ള വളങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ മണ്ണിലുണ്ട്. അപ്പം റബ്ബർ നമ്മൾ മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ കവുങ്ങിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. മണ്ണിലുള്ള വളത്തെ കൂടി കവുങ്ങിന് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ സാധാരണ കർഷകർ 1 വർഷം 2 പ്രാവശ്യമൊക്കെ വളപ്രയോഗം ചെയ്യും. ഞങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്യാറുള്ളൂ. ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്ത് നന്നായിട്ട് അത് മൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്ലറിയും പിന്നെ പിണ്ണാക്ക മിശ്രിതമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും എപ്പോഴും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ 2 കവുങ്ങുകൾ തമ്മിലുള്ള അകലം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് 2 കവുങ്ങിന്റെ ഓലകൾ തമ്മിൽ മുട്ടാൻ പാടില്ല. വളരും തോറും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വളരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് 2 മീറ്റർ മുതൽ 2.7 മീറ്റർ വരെ ഗ്യാപ്പിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സൂര്യപ്രകാശം കിട്ടാനും നല്ല വളർച്ചയിലേക്ക് പോകാനും നല്ല കായ്ഫലം ഉണ്ടാകാനും സഹായിക്കും. പിന്നെ പരിചരണമാണ് അതായത് പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ കീടാണു നമ്മുടെ വിളകളെ ബാധിക്കാതിരിക്കുകയുള്ളൂ. അപ്പൊ പ്രതിരോധ ശേഷി വേണമെങ്കിൽ നമ്മൾ എപ്പോഴും pH കറക്റ്റ് ചെയ്യുക. എപ്പോഴും നമ്മുടെ നോട്ടം, ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഒന്ന് തോട്ടം നടന്ന് നോക്കി എന്തെങ്കിലും പ്രാണികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനപ്പം തന്നെ ഇല്ലാതാക്കി കൊടുക്കുക. പിന്നെ വേനൽക്കാലത്ത് നല്ലൊരു പരിചരണം കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.